പാവപ്പെട്ടവനാണെങ്കിലും കാണാൻ വല്ലാത്ത സുന്ദരനാണ്. റബ്ബേ, ഒരു ദിവസം തന്റെ കുടുംബത്തിലേക്ക്, തന്റെ വീട്ടിലേക്ക് അതാ കൊട്ടാരത്തിൽ നിന്ന് തോഴിമാര് കടന്നു വരികയാണ്. കൊട്ടാരത്തിലെ പെണ്ണുങ്ങൾ കടന്നു വന്നു. യാഫിയെ നിന്നെ കൊട്ടാരത്തിലേക്ക് വിളിക്കുകയാണ്, നിന്നെ കൊട്ടാരത്തിലെ റാണി വിളിക്കുകയാണ്. പടച്ചവനെ, യാഫി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ നിന്ന് കൊട്ടാരത്തിലേക്ക് കടന്നുപോയി. അതാ പടച്ചവനെ, ഓരോ റൂമിങ്ങനെ കിടക്കുമ്പോഴും കവാടങ്ങൾ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഈ ചെറുപ്പക്കാരൻ നടന്നു അതാ രാജകൊട്ടാരത്തിന്റെ മണിയറക്കകത്തേക്ക് കൊണ്ടുപോവുകയാ. ആ രാജകൊട്ടാരത്തിന്റെ മണിയറക്കകത്ത് കടന്നു ചെല്ലുമ്പോ രാജാവിന്റെ പൊന്നാര മകളുണ്ടല്ലോ, ഏറ്റവും കൂടിയ മനോഹരമായ സുഗന്ധം ധരിച്ചു, ഏറ്റവും നല്ല മനോഹരമായ വസ്ത്രം ധരിച്ചു. യാഫി എന്ന ചെറുപ്പക്കാരൻ കൊട്ടാരത്തിന്റെ മണിയറക്കകത്തേക്ക് കടന്നു ചെന്നപ്പോ ശരീരത്തിന്റെ ഔറത്തുകൾ വെളിയിൽ കാണുന്ന വസ്ത്രം, ശരീരം പോലും പുറത്ത് കാണുന്ന ബെഡ്റൂമിൽ ധരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ, ഇതുപോലെയുള്ള വസ്ത്രം ധരിച്ചിട്ട് ഈ പെണ്ണ് ഓടി വന്നിട്ട് യാഫി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിക്കുകയാ. ഓടി വന്ന് തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ചെവിയിൽ പറയുന്നു, യാഫിയേ, നിന്നെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാടാ, എനിക്ക് നിന്നോട് വല്ലാത്ത പ്രേമമാ, ഭ്രാന്ത് പിടിക്കുന്നു യാഫിയേ, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചതാടാ യാഫിയേ. ആ പെണ്ണ് തന്റെ മാറിടത്തിലേക്ക് പിടിച്ചു കിടത്തിയിട്ട് യാഫി എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് കിടന്ന് യാചിക്കുകയാണ്. അല്ലാ, കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് പറയുന്നു, റെഡിയാകടാ. തന്റെ കയ്യിലേക്ക് വിലപിടിപ്പുള്ള വസ്ത്രമെടുത്ത് കൊടുത്തിട്ട് ഒരുങ്ങാൻ പറയുമ്പോ യാഫി എന്ന ചെറുപ്പക്കാരൻ കടന്ന് കരയുകയാ. അല്ലാഹുവേ, പെട്ടുപോയല്ലോ, രാജാവിന്റെ കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്താണ്. പടച്ചവരെ, ഇനി രക്ഷപ്പെടുത്താൻ നിനക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല റബ്ബേ. സുജൂദിൽ കിടന്ന് കരയുകയാണ്. പടച്ചവരെ, ഈ പെണ്ണിന്റെ ശരീരമാണ് ആഗ്രഹിക്കുന്നത്, രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലല്ലോ. അവസാനം ഈ ചെറുപ്പക്കാരൻ ചെയ്തതെന്നറിയുമോ? അവിടെ ഇരുന്നു കൊണ്ട് മലമൂത്ര വിസർജനം നടത്തുകയാണ്, മലമൂത്ര വിസർജനം നടത്തുകയാണ്. എന്നിട്ട് അത് വാരിയിട്ട് തന്റെ ശരീരം മുഴുവനും തേക്കുകയാ. ആ മലവും മൂത്രവും എടുത്ത് തന്റെ ശരീരം മുഴുവനും തേക്കുകയാണ്. രാജാവിന്റെ പൊന്നാര മകളുണ്ടല്ലോ, കൊട്ടാരത്തിന്റെ വാതില് തുറന്ന് പുറത്തേക്ക് വരുമ്പോ സുബ്ഹാനല്ലാഹ്, പടച്ചവരെ, അതാ ശരീരം മുഴുവനും വിസർജനം വാരി തേച്ച് നിൽക്കുന്ന യാഫിയനെ കണ്ടപ്പോ സങ്കടത്തോടെ ചോദിക്കുന്നു, എടാ യാഫിയേ, എന്തിനാ ഇങ്ങനെ ചെയ്തത്? എന്തിനാ നീ ഇങ്ങനെ ചെയ്തത്? എന്തിനാടാ യാഫിയേ? ഇതാരും കാണില്ലല്ലോ, ഇതാരും അറിയില്ലല്ലോ. ഇതിനകത്തിരുന്ന് ഞാനും നീയും എന്ത് ചെയ്താൽ ഒരാൾ പോലും കാണില്ലായിരുന്നല്ലോ. എന്തിനാടാ നീ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോ യാഫി എന്ന ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? പെണ്ണേ, ഇന്നി എനിക്കല്ലാനെ പേടിയാടി, എനിക്കല്ലാനെ പേടിയാടി. ആര് കണ്ടില്ലെങ്കിലും അല്ല കാണുന്നുണ്ടല്ലോ. എവിടെ ഇരുന്ന് മറഞ്ഞിരുന്ന് ചെയ്താലും പടച്ച റബ്ബ് കാണുന്നുണ്ടല്ലോ. എനിക്ക് പേടിയാ, എനിക്ക് പേടിയാ. അവസാനം കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്തിരുന്ന് ആ പെണ്ണവടന്ന് ആട്ടിയിറക്കുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് യാഫി എന്ന് പറയുന്ന ചെറുപ്പക്കാർ മരുഭൂമിയിലേക്ക് വന്ന് തന്റെ ശരീരത്തിലേക്ക് മണ്ണ് വാരിയിടുകയാ. പാപം ചെയ്തു പോയല്ലോ റബ്ബേ, തെറ്റ് ചെയ്തു പോയല്ലോ റബ്ബേ, എനിക്കിനി സ്വർഗം കിട്ടില്ലല്ലോ, നാളെ മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിൽ കിടക്കാൻ കഴിയില്ലല്ലോ. ശരീരം മുഴുവനും മണ്ണ് വാരിയിട്ട് പടച്ചവരെ രാവും
പകലും അവിടുന്ന് നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് നടക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവര്, യാഫി എന്ന ചെറുപ്പക്കാരൻ മഹാനവറുകളോട് പറയുകയാണ്, അല്ലാഹുവേ, ഏറ്റവും കൂടുതൽ വിഷമമെന്തെന്നറിയോ? ഈ പെണ്ണ് തൊട്ട ശരീരവുമായി ഞാൻ എങ്ങനാണ് മുത്തുനബിയുടെ മുന്നിൽ പോകുന്നത്, ആ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ പോകുന്നത്, ആ പ്രവാചകന്റെ ശഫാഅത്ത് കിട്ടുന്നത്? പടച്ചവനെ, നിലവിളിച്ച് കരഞ്ഞു കരഞ്ഞു നടക്കുകയാണ്. അവസാനം അവിടുന്ന് റബ്ബേ പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചിട്ട് തൗബ ചെയ്തു. അവിടുന്ന് കരഞ്ഞു കരഞ്ഞ് തളർന്നു കിടക്കുമ്പോ ആരാ വരുന്നതെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സ്വപ്നത്തിലൂടെ കടന്നു വരികയാണ്. യാഫി എന്ന് പറയുന്ന ചെറുപ്പക്കാരന് മുത്തുനബി അവിടുന്ന് കെട്ടിപ്പിടിച്ചത് കൊണ്ടാ, മുത്തുനബി എന്നെ കെട്ടിപ്പിടിച്ചത് കൊണ്ടാണ് ആ സുഗന്ധമാണ് ഈ ശരീരത്തിൽ നിന്ന് അടിച്ചു വീശുന്നതെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ, അവസരം കിട്ടുമ്പോ മുതലാക്കല്ലേ. പടച്ചറപ്പിനെ ഭയന്നുകൊണ്ട് പിന്തിരിയാൻ കഴിയണം, തെറ്റുകളിൽ നിന്ന് അകലാൻ കഴിയണം. ഒരിക്കലും നിന്റെ ശരീരം പറയുന്നത് നീ അനുസരിക്കരുത്, ശരീരം പറയുന്നത് നീ കേൾക്കരുത്. നീ ശരീരത്തിന്റെ അടിമയല്ല, നിന്റെ നഫ്സ് നിന്റെ അടിമയാണ്. ഞാൻ പറയുന്നത് എന്റെ ശരീരം കേൾക്കണം. അങ്ങനെ ഒരു കാലം വന്നാ അള്ളാന്റെ ഖുർആനാ പറയുന്നത്, അള്ളാന്റെ ഖുർആനാ പറയുന്നത്. അങ്ങനെ നമ്മുടെ ശരീരം നമ്മൾ പറയുന്നത് അനുസരിക്കുന്ന ഒരവസ്ഥ വന്നാൽ വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. സ്വർഗം തരാമെന്ന് പടച്ച റബ്ബാണ് പറയുന്നത്, അല്ലാഹുവാണ് പറയുന്നത് സ്വർഗം തരാമെന്ന്. അതുകൊണ്ട് ഉസ്താദേ, എന്റെ ശരീരം സ്വർഗത്തിന് പകരമായി എന്റെ ശരീരം, എന്റെ നഫ്സുണ്ടല്ലോ, ആ നഫ്സിനെ എന്റെ അടിമയാക്കാൻ തീരുമാനിച്ചു. 33 കൊല്ലത്തിന്റെ ഇടയിൽ ഞാൻ പഠിച്ച രണ്ടാമത്തെ അറിവിതാണെന്ന് മഹാനായ ഖാതിമുൽ അസം തങ്ങൾ പറയുമ്പോ, ഈ ഒരു ഇൽമ ഞങ്ങൾക്കും തരണേ അല്ലാ. ഞങ്ങളുടെ നഫ്സുകളെ നിയന്ത്രിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. ഉസ്താദിനോട് ശിഷ്യം പറഞ്ഞു കൊടുക്കുക, ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, സ്വന്തം ശരീരത്തെ, സ്വന്തം നഫ്സിനെ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ആരാണോ പിടിച്ചു വെക്കുന്നത്, വരുതിയിൽ കൊണ്ടുവരുന്നത്, അവന് നാളെ സ്വർഗമുണ്ടെന്ന് ഖുർആൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, ഇന്നു മുതൽ ഞാൻ പറയുന്നത് എൻ്റെ ശരീരം കേൾക്കണം, ഞാൻ പറയുന്നത് എൻ്റെ ശരീരം കേൾക്കണം, ശരീരം എൻ്റെ അടിമയാണ്. അങ്ങനെ ഞാൻ തീരുമാനമെടുത്തു. അതാണ് ഞാൻ പഠിച്ച രണ്ടാമത്തെ അറിവ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സിറാജ് പറയുന്നത് സിറാജിൻ്റെ നഫ്സ് കേൾക്കണം, കേട്ടില്ലെങ്കിൽ പിന്നെ എൻ്റെ അവസ്ഥ നരകമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 3 ഇരിക്കല്ലേ? നിർത്താറായോ? ഇല്ല, ഇന്ന് ചായ കടിയൊന്നും ഇല്ലേ? ഇപ്പോൾ അൽഹംദുലില്ലാ, എല്ലാവരും ഇൻഷാ അല്ലാഹ് എല്ലാവരും എന്തെങ്കിലുമൊക്കെ കരുതിക്കൊണ്ട് നമ്മുടെ പരിപാടിക്ക്, വെള്ളിയാഴ്ച ദിവസത്തെ പരിപാടിക്കൊക്കെ വേണ്ടി ഇൻഷാ അല്ലാഹ്. ഇന്ന് ഹദ്ദാദ് ഉണ്ടായിരുന്ന ഒരു സഹോദരൻ, ഹദ്ദാദ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ സദഖ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അർഹമായ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വെള്ളിയാഴ്ച ദിവസം മഗ്രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റേ ഉള്ളൂ ഹദ്ദാദ്, അരമണിക്കൂറൊന്നും ഇല്ല. നിങ്ങളൊക്കെ ഇരിക്കണം, നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും പോവാപ്പാ. ഒരു 10 മിനിറ്റേ ഉള്ളൂ. അൽഹംദുലില്ലാ, വേറെ ഒന്നുമില്ല. ഹദ്ദാദ് ആഴ്ചയിൽ ഒരു ദിവസമാണ് നമ്മൾ ഓതുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച മുതൽ ഹദ്ദാദിൽ എല്ലാവരും പങ്കെടുക്കണം. ഒരു കാരണവശാലും അത് നിർത്താൻ പാടില്ല കേട്ടോ. ഉസ്താമാരെ, സലീം ഉസ്താദും എല്ലാവരും ഉണ്ട്. ഒരു കാരണവശാലും ആരെങ്കിലും ഉണ്ടോ ഇല്ലേ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഒരു കാരണവശാലും മുടങ്ങാതെ ഇൻഷാ അല്ലാഹ് അത് നമുക്ക് തുടങ്ങിയത് നിർത്താൻ എളുപ്പമാണ്. പക്ഷേ ഇൻഷാ അല്ലാഹ് അതെന്തായാലും നിർത്താതെ തുടരണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പോൾ ആരെങ്കിലും ഇല്ലെങ്കിൽ, ഇനി ഉസ്താമാർ ആരെങ്കിലും ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ഏൽപ്പിച്ചിരിക്കുക, നിങ്ങൾ ആരെങ്കിലും അത് ഓതണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു അത് നിർത്താതെ ഖിയാമത്ത് നാൾ വരെ അള്ളാഹു അത് തുടരാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3-ാമത്തെ കാര്യം,
മഹാനായ ഹാത്തിമുൽ അസം റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഞാൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ഒരായത്ത് കണ്ടു. അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹുവേ, മഹാനവറുകൾ പറയുന്നു, ഞാൻ ജനങ്ങളിലേക്ക് എല്ലാവരിലേക്കും നോക്കി. എല്ലാവരും ഓരോ വസ്തുക്കൾ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുകയാ. ജനങ്ങളിലേക്ക് നോക്കുമ്പോൾ ജനങ്ങളെല്ലാവരും പടച്ചവനെ വിലപ്പെട്ട ചില സാധനങ്ങൾ അവിടെ നിന്ന് സൂക്ഷിച്ചു വെക്കുന്നതായി ഞാൻ കാണുകയാണ്. എന്തിനാണ് ഇവരൊക്കെ ഇത് സൂക്ഷിച്ചു വെക്കുന്നത്? അപ്പോഴാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ കാണുകയാണ്. മാ ഇൻദകും യൻഫദു വമാ ഇൻദല്ലാഹി ബാഖിയാ. മഹാനായ ഖാതിമുൽ അസം തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മാ ഇൻദകും യൻഫദു വമാ ഇൻദല്ലാഹി ബാഖ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞത് എന്തെന്നറിയുമോ? എല്ലാവരുടെ കയ്യിലിരിക്കുന്നതും തീർന്നു പോകും. ഈ ലോകത്താരെല്ലാം എന്തൊക്കെ കൂട്ടിവെച്ചാൽ അതെല്ലാം ഒരു ദിവസം തീർന്നു പോകും. പക്ഷേ അല്ലാഹുവിന്റെ കയ്യിലുള്ളതുണ്ടല്ലോ, അത് ഒരിക്കലും തീർന്നു പോകില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്, അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്. എല്ലാവരും സൂക്ഷിച്ചു വെക്കുന്നത് ഒരു ദിവസം തീർന്നു പോകും. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, എല്ലാവരും കൂട്ടിവെക്കുന്നത് മുഴുവനും ഒരു ദിവസം തീർന്നു പോകും. പക്ഷെ അല്ലാഹുവിന്റെ കയ്യിലിരിക്കുന്നത് അതുപോലെ തന്നെ ഇരിക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജനങ്ങൾ മുഴുവനും സ്വർണം കൂട്ടിവെക്കുന്നു, പണം കൂട്ടിവെക്കുന്നു, എല്ലാം അവർ സമ്പാദിക്കുന്നത് മുഴുവനും ആർക്കും കൊടുക്കാതെ കൂട്ടി വെക്കുന്നു. പക്ഷെ അല്ലാഹു പറഞ്ഞു, ഈ കൂട്ടിവെച്ചത് മൊത്തം ഒരു ദിവസം പോകും. എത്ര കൂട്ടിവെച്ചാലും അതിന് എവിടെ കൊണ്ടുവച്ചാലും എല്ലാം പോകും. പക്ഷെ അല്ലാഹുവിന്റെ കയ്യിലിരിക്കുന്നത് അതുപോലെ തന്നെ ഇരിക്കും. അതുകൊണ്ട് ഇനി ഞാൻ ഇവിടെ ഒന്നും സൂക്ഷിച്ചു വെക്കുന്നില്ല. എനിക്ക് കിട്ടുന്നത് മുഴുവനും അല്ലാഹുവിന്റെ കയ്യിൽ കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. അതാണ് ഞാൻ പഠിച്ച മൂന്നാമത്തെ അറിവ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മൂന്നാമത്തെ അറിവ് എന്താ? ഞാൻ എന്തൊക്കെ കൂട്ടിവെച്ചാലും എല്ലാം ഒരു ദിവസം പോവോ? നിങ്ങൾ വെച്ചിരിക്കുന്നത് എവിടെയൊക്കെ കൊണ്ടിട്ടാലും എന്തൊക്കെ ചെയ്താലും ഒരു ദിവസം ഈ കൂട്ടി വെച്ചിരിക്കുന്നത് മുഴുവനും പോകൂലേ? പക്ഷെ അല്ലാഹുവിന്റെ കയ്യിലുള്ളതോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ അല്ലാഹുവിന്റെ കൈ കൊടുത്തത് അത് സേഫായിട്ട് അവിടെ തന്നെ ഉണ്ടാകും. അതാണ് ഏറ്റവും വലിയ ലോക്കർ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, മഹാനായ ഹാത്തിമുൽ അസം തങ്ങൾ പറയുകയാണ്, അതുകൊണ്ട് എൻ്റെ കയ്യിൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ വൈകുന്നേരത്തിന് മുമ്പേ ഞാൻ അത് അല്ലാഹുവിന് വേണ്ടി കൊടുക്കുമായിരുന്നു. പടച്ചവന് അല്ലാഹുവിന് കൊടുക്കുമെന്ന് പറഞ്ഞാൽ പാവങ്ങൾക്ക് കൊടുക്കുമായിരുന്നു, യതീമീങ്ങൾക്ക് കൊടുക്കുമായിരുന്നു, രോഗികൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. ഞാനൊന്നും കരുതി വെക്കാറില്ല. എൻ്റെ കയ്യിൽ നാളത്തേക്ക് വേണ്ടി ഞാനൊന്നും കൂട്ടി വെക്കാറില്ല. എല്ലാം അല്ലാഹുവിന്റെ കയ്യിൽ സുരക്ഷിതമായി കൊടുക്കുകയാ. അല്ലാഹുവിന്റെ കയ്യിൽ കൊടുക്കുമെന്ന് പറഞ്ഞാൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരികയാ. അല്ലാഹുവിന്റെ കയ്യിൽ കൊടുക്കുമെന്ന് പറഞ്ഞാൽ മഹാനായ നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തസദ്ദഖ ബിഇദ്ലി തംറത്തിൻ മിൻ കസ്ബി തയ്യിബി വലാ യഖ്ബലുല്ലാഹു ഇല്ല തയ്യിബാ ഫഇന്നല്ലാഹ യതഖബ്ബലുഹാ ബിയമീനിഹി സുമ്മ യുറബ്ബിയുഹും ലിസാഹിബിഹാ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ കയ്യിലെ പരിശുദ്ധമായ സമ്പാദ്യത്തിൽ നിന്ന് പരിശുദ്ധമായത് മാത്രമേ അല്ലാഹു സ്വീകരിക്കാറുള്ളൂ. കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്തത് മാത്രമേ അല്ലാഹു സ്വീകരിക്കാറുള്ളൂ. പലിശ വേണ്ട, ഹറാം വേണ്ട, ലോൺ എടുത്തത് വേണ്ട, ഹറാമായ വഴിയിലൂടെ സമ്പാദിച്ചത് വേണ്ട, പറ്റിച്ചുണ്ടാക്കിയത് വേണ്ട. ഹലാലായ സമ്പാദ്യത്തിൽ നിന്ന് ഒരു കാരക്കയുടെ കഷ്ടം നീ സദഖ കൊടുത്താ അല്ലാഹു അത് ഒരു കാരക്കയുടെ പകുതിയാണെന്ന് നോക്കാറില്ല. നീ കൊടുത്തത് ലക്ഷമാണോ, 1 രൂപയാണോ,
അള്ളാഹു എല്ലാത്തിനും പരിഗണനയൊന്നാണ്. ആ കൊടുത്തത് 1 രൂപയാണെങ്കിലും അള്ളാഹു അവിടുന്ന് തന്റെ വലം കൈകൊണ്ട് സ്വീകരിക്കുകയാ, അവിടുന്ന് വലത് കൈകൊണ്ട് സ്വീകരിക്കുകയാ. എന്നിട്ട് നിങ്ങളിൽ ഒരാള് തന്റെ വീട്ടിൽ കുതിരയുടെ കുട്ടിയെ വളർത്തുന്നത് പോലെ, ഒരു കുതിരയുടെ ചെറിയ കുഞ്ഞിനെ നിങ്ങൾ വളർത്തുന്നത് പോലെ നീ കൊടുത്ത കാരക്കയുടെ പകുതി ഉണ്ടല്ലോ, അള്ളാഹു നോക്കി വളർത്തുകയാ, അള്ളാഹു നോക്കി വളർത്തുകയാണ്. എന്നിട്ടോ നാളെ നീ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് മീസാൻ എന്ന് പറയുന്ന നന്മതിന്മ തൂക്കുന്ന ത്രാസിന്റെ മുന്നിലെത്തുമ്പോ നീ കൊടുത്ത ഈ കാരക്കയുടെ പകുതി ഉണ്ടല്ലോ, അള്ളാഹു നിനക്ക് ഉഹദ് മലയോളം വലിപ്പമുള്ളതാക്കി അള്ളാഹു നിനക്ക് തിരിച്ചു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കാണുന്ന പള്ളിക്ക് 1,00,000 കൊടുത്താൽ നീ കൊടുക്കുന്നത് 1 രൂപയാണെങ്കിലും ആ 1 രൂപ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു വലത് കൈകൊണ്ട് സ്വീകരിച്ചിട്ട് ഒലുഹിയ മൃഗത്തെ നമ്മൾ വളർത്തുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു ഒരു കുതിരയുടെ കുഞ്ഞിനെ വളർത്തുന്നത് പോലെ നീ കൊടുത്ത സദഖ അള്ളാഹു വളർത്തുകയാണ്. എന്നിട്ടോ നാളെ നീ പരലോകത്ത് ചെല്ലുമ്പോ പർവ്വതത്തോളം വലിപ്പമുള്ളതാക്കി അള്ളാഹു നിനക്ക് തിരിച്ചു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ സദഖ ചെയ്യാൻ മടിയാട്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ മടിയാട്. ശൈത്താൻ പറയും കുറഞ്ഞു പോകും, നിനക്ക് ദാരിദ്ര്യം വരും എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ കൊടുക്കാതെ പൂഴ്ത്തി വെക്കുന്നവന് എന്തൊരു വലിയ ഭാഗ്യമാ നീ നഷ്ടപ്പെടുത്തുന്നത്, എത്ര വലിയ ഭാഗ്യമാണ് നഷ്ടപ്പെടുത്തുന്നത്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന സദഖത ലതുത്ഫി അന്നഹരിഹറുൽ ഖുബൂർ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ സദഖ കൊടുക്കുന്നതിലൂടെ അള്ളാഹു നമുക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂലാ പറഞ്ഞത്, എത്ര കോടിയുണ്ടെങ്കിലും എത്ര ലക്ഷങ്ങളുണ്ടെങ്കിലും പാവങ്ങൾക്കും നല്ല കാര്യങ്ങൾക്കും കൊടുക്കാത്ത മനുഷ്യൻ കേട്ടോ, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഇന്ന സ്വദഖത അൽ മുസ്ലിമു തസീദു ഫീ അംരിഹി വതംനഉ മിയത്തി തമീതതസൂ വയദ്ഹബുല്ലാഹു ബിഹൽ കിബ്റു വൽ ഫഖ്റു. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, സദഖ കൊടുത്താ കിട്ടുന്ന ഒരു പ്രതിഫലം പറയാ, അത് പള്ളിക്കാകട്ടെ, പാവങ്ങൾക്കാകട്ടെ, കോളേജുകൾക്കാകട്ടെ, മദ്രസകൾക്കാകട്ടെ, രോഗികൾക്കാകട്ടെ, അതാ പാവപ്പെട്ട പെൺകുട്ടികൾക്കാകട്ടെ, ഏത് കാര്യത്തിന് വേണ്ടിയാണെങ്കിലും നീ സദഖ കൊടുത്താ അള്ളാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം അള്ളാഹു നിന്റെ ആയുസ് വർദ്ധിപ്പിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നമ്മുടെ ആയുസ് നീട്ടിത്തരണ്ടേ, നമ്മുടെ ആയുസ് നീട്ടണോ, നമ്മുടെ ആയുസിൽ വർധനവ് വേണോ? സദഖ കൊടുത്താല്, സദഖ കൊടുക്കുന്നതിലൂടെ അള്ളാഹു ആയുസ് നീട്ടിത്തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ചരിത്രം പഠിച്ചവരാ. ഒരു സദഖ കൊടുത്തപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന് പറയുന്ന സ്വഹാബി മരിക്കുമെന്ന് മുത്തുനബിയുടെ മുന്നിൽ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്ന് പറഞ്ഞു കൊടുത്തതാ. കെട്ടിപ്പിടിച്ച് യാത്രയാക്കി നബിയെ, ഇനി മയ്യത്തെ കൊണ്ടുവരൂ എന്ന് പ്രവാചകന്റെ മുന്നിൽ വന്ന് പറഞ്ഞു കൊടുത്തിട്ട് റസൂലുള്ള യാത്രയാക്കിയ സ്വഹാബി, മയ്യത്തായി തിരിച്ചു വരുമെന്ന് കരുതിയ സ്വഹാബി അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ ജീവനോടെ തിരിച്ചു വന്ന ചരിത്രം പഠിച്ചവരാ. എന്തിന്റെ പേരില്? റൂഹ് പിടിക്കാൻ ഇറങ്ങി വന്ന അസ്റായിൽ എന്ന് പറയുന്ന മലക്കിനെ പോലെ അള്ളാഹു തിരിച്ചു പിടിച്ചെന്ന് മുത്തുനബി അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അള്ളാഹു അസ്റായിലിനെ തിരിച്ചു വിളിക്കുകയാ. എന്തിന്റെ പേരില്? ഒരു പാവപ്പെട്ട 2 യതീമായ മക്കളെ സഹായിച്ചതിന്റെ പേരില്, വിവാഹപ്രായമെത്തിയ 2 യതീമായ പെൺകുട്ടികൾക്ക് കൊടുക്കേണ്ടത് കൊടുത്ത് വിവാഹം കഴിച്ചു കൊടുത്തതിന്റെ പേരിൽ, സദഖ കൊടുത്തതിന്റെ പേരിൽ ആ സ്വഹാബിക്ക് അല്ലാഹു ദീർഘായുസ് കൊടുത്ത ചരിത്രം ഞാനും നിങ്ങളും പഠിച്ചവരല്ലോ. ഇതിനെക്കാളും എന്ത് തെളിവാ വേണ്ടത്? ഇതിനെക്കാളും എന്ത് തെളിവാ വേണ്ടത്?
രോഗങ്ങൾ കടന്നു വരുമ്പോ എന്തിനാ പള്ളിക്ക് സദഖ കൊടുക്കുന്നത്? ഉസ്താദേ മാറണം, ദീർഘായുസ് വേണം, ആയുസ് വേണം. പടച്ചവനെ, ഇപ്പോഴും ഒരു പേപ്പറുണ്ട്, ഒരു പ്രിയപ്പെട്ട സഹോദരി 5000 രൂപ തന്നിട്ട് ദുആ ചെയ്യാ പറഞ്ഞിരിക്കുന്നത് എന്തിനെന്നറിയുമോ? ഉസ്താദേ ക്യാൻസറാണ്, ഉസ്താദേ ക്യാൻസറാണ്, കീമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉസ്താദേ, 2 ചെറിയ പെമ്മക്കളുണ്ട് ഉസ്താദേ, അവരെ ഒന്ന് കല്യാണം കഴിച്ച് കാണാൻ, ആ മക്കളെ ഒന്ന് കല്യാണം കഴിച്ച് കൊടുക്കുന്നത് വരെ എനിക്കായുസ് വേണം ഉസ്താദേ, എനിക്കായുസ് വേണം ഉസ്താദേ, അതുകൊണ്ടൊന്ന് ദുആ ചെയ്യോ. അല്ലാഹുവേ, ചിന്തിച്ചു നോക്ക്, തന്റെ പൊന്നാര മക്കളെ താരുടെയെങ്കിലും പെൺമക്കളാണ് കയ്യിൽ പിടിച്ചു കൊടുക്കുന്നത് വരെയെങ്കിലും എനിക്കായുസ് വേണം, എൻ്റെ മക്കളുടെ വിവാഹം എനിക്കൊന്ന് കാണണം, എനിക്കായുസ് കിട്ടാൻ അല്ലാ ആ പെങ്ങൾക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. എത്രയോ പേര് പടച്ചവര് ഇതുപോലെ സദഖ കൊടുത്തിട്ട് അല്ലാഹു രക്ഷപ്പെടുത്തിയവരുണ്ട്. ഹോസ്പിറ്റലിൽ ഐസിയുവിൽ കിടക്കുകയാണ്. ഡോക്ടർ പറഞ്ഞു അറിയിക്കാനുള്ളവരെയൊക്കെ അറിയിച്ചോ, കാണേണ്ടവരെയൊക്കെ കാണിച്ചോ. 24 മണിക്കൂർ ഡോക്ടർമാര് പറഞ്ഞ പലരും ഇന്നും ജീവിച്ചിരിക്കുന്നില്ലേ വാപ്പാ, ഇന്നും ജീവിച്ചിരിക്കുന്നില്ലേ? ഡോക്ടർമാര് പോലും പടച്ചവനെ അത്ഭുതപ്പെട്ടു പോയി. എത്രയോ പേരുടെ ചരിത്രമറിയാ. അള്ളാന്റെ റസൂലാ പറഞ്ഞത്, സദഖ കൊടുക്കുന്നവന്റെ ആയുസ് അള്ളാഹു വർദ്ധിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? താടിയും തഴമ്പും കൊണ്ട് ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നിന്റെ അവസാനം എങ്ങനെയാണെന്നറിയോ? നമ്മുടെയൊക്കെ അവസാനം എങ്ങനെയാണ്? പടച്ചവരെ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹജ്ജ് ചെയ്ത മനുഷ്യരുണ്ടല്ലോ, കാസർഗോഡ് ഒരു സ്ഥലത്ത് വഴുതിന് പോയി തിരിച്ചു വരുമ്പോ ഒരു വീട് കാണിച്ചിട്ട് കൂടെ നിന്ന മനുഷ്യൻ പറഞ്ഞു, ഉസ്താദേ, ഈ വീട്ടിലെ മനുഷ്യൻ ഹജ്ജ് ചെയ്ത മനുഷ്യനാണ്, അവിടെ നിന്ന് തൂങ്ങിയാണ് മരിച്ചത്. ഹജ്ജ് ചെയ്ത ഹാജിയാര് പടച്ചവനെ അത്ഭുതപ്പെട്ടു പോയി. ഹജ്ജിന് പോയ ഹാജിയാരാണ്? അള്ളാന്റെ പരിശുദ്ധമായ കഅബ കണ്ട മനുഷ്യൻ. അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. എത്രയോ പേര് സഹോദരങ്ങളെ, 5 നേരം നിസ്കരിക്കുന്നവർ, നിസ്കാര തഴമ്പുള്ളവർ, ഒറ്റ നിമിഷം കൊണ്ട് മോശമായ മരണത്തിൽ പെട്ടുപോകുന്ന അവസ്ഥ. അല്ലാ, നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാന്റെ റസൂല് പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യന് അള്ളാഹു തന്ന സമ്പാദ്യം പടച്ച റബ്ബിന്റെ തൃപ്തി കരുതിയിട്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്താ മോശമായ മരണമുണ്ടല്ലോ, ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന, ഈ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകുന്ന മരണം, ദുർമരണങ്ങൾ അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്തേ ഇത്ര ധൈര്യം? നമുക്ക് ആമീൻ പറയാൻ പോലും മടി, ആമീൻ പറയാൻ പോലും മടി. കാരണം നമ്മൾ തീരുമാനിച്ച് നമുക്ക് ഈമാനുള്ള മരണം കിട്ടുമെന്ന്. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമെ, അള്ളാന്റെ ഖുർആൻ എടുത്ത് നോക്ക്, അള്ളാന്റെ ഖുർആൻ എടുത്ത് നോക്ക്. അള്ളാന്റെ ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ പട്ടിയെ പോലെ ചത്തുപോയെന്ന്. പട്ടി ചത്തുപോയതുപോലെ ചത്തുപോയെന്ന് പറഞ്ഞ ഒരു ചരിത്രം ഖുർആനിൽ കാണാം. ആരെക്കുറിച്ചാ പറഞ്ഞതെന്നറിയോ? ദുആ ചെയ്താ സ്വീകരിക്കുന്ന ഒരു മഹാന്, ബല്ലാഹുബ്നു ബാവൂർ എന്ന് പറയുന്ന ഒരു മഹാന്, മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചവനാണ്. വല്ലാഹുവേ, 2 കൈയും ഉയർത്തിയിട്ട് റബ്ബിനോട് എന്തെങ്കിലും ചോദിച്ചാ ഉടനെ ഉത്തരം കിട്ടുമായിരുന്നു. അത്രയും വലിയ മഹാനാണ്. അവസാനം കാഫിറായി ചത്തുപോയത്. എത്രയോ സഹാബത്തിന്റെ ചരിത്രമുണ്ട്. അല്ലാഹുവിന്റെ റസൂല് സഹാബിയാണ്, മാടപ്പറാവെന്ന് സ്വഹാബത്ത് വിളിച്ചിരുന്ന സ്വഹാബിയാണ്. അവസാനം ഈമാനില്ലാതെ നഷ്ടപ്പെട്ടു പോയത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരൊക്കെ ഭയന്നിരുന്നു. ഇബ്രാഹിം നബി പോലും അല്ലാഹുവിനോട് കഅബാലയം പണിതിട്ട് റബ്ബിനോട് ആദ്യം ചോദിച്ച വാദ്യവാചകം എന്താ? അല്ലാഹുവിനോട് ചോദിച്ചു, റബ്ബേ, ഇത് നീ സ്വീകരിക്കണേ അല്ലാ, എനിക്ക് ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. ദുആ ചെയ്തത് ഇബ്രാഹിം നബിയാ, യൂസുഫ് നബിയും ദുആ ചെയ്തത്, അല്ലാഹുവേ തവഫനി മുസ്ലിമാ, ഈമാനുള്ള മരണവാ. മഹാനായ
മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ മുത്തുനബിയാണ്. പാതിരാത്രി സുജൂദിൽ കിടന്നിട്ട് കരയുകയാ, യാ മുകല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മറിച്ച് കളയുന്ന അല്ലാ, എന്റെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാ. മുത്തുനബി പോലും അവിടെ നിന്ന് ദുആ ചെയ്തെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നല്ല മരണം മൂസിന് കിട്ടുന്നതല്ല. എന്തെങ്കിലും ഒരു നന്മ പറയാ നിന്റെ ജീവിതത്തിലുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, സദഖ കൊടുത്താ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം നിനക്ക് അല്ലാഹു ദുർമരണം തരില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? വയദ്ഹബുല്ലാഹു ബിഹാ അൽ ഖിബ്റു വൽ ഫഖ്റു. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അഹങ്കാരവും ദുരഭിമാനവും അല്ലാഹു നിന്റെ ഹൃദയത്തിൽ തരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ചിലരൊക്കെ പുത്തൻ പണക്കാരുണ്ടല്ലോ, എന്തൊരു അഹങ്കാരമെന്നറിയോ? പടച്ചവൻ അവന്റെ നടത്തവും അവന്റെ സ്വഭാവവും കണ്ട പാപങ്ങളോടൊന്നും മിണ്ടില്ലല്ലോ. വേണമെങ്കിൽ അങ്ങോട്ട് പോയി മിണ്ടണം, പാപങ്ങളോട് സംസാരിക്കുകയില്ല. പെട്ടെന്ന് പണമുണ്ടാക്കിയവനാട്, ഒരുപാട് സമ്പാദിച്ചു വെച്ചവനാട്. എങ്കിലെന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് സമ്പത്ത് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. പാപങ്ങൾക്കൊക്കെ കൊടുക്കുന്നവൻ പടച്ചവനെ ഇങ്ങോട്ട് വന്ന് സലാം പറയുകയാണ്. നമ്മൾ എത്രയോ പേരെ കണ്ടിട്ടുണ്ട്. ചില പുത്തൻ പണക്കാരെന്ന് പറഞ്ഞാൽ പണമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മിണ്ടൂല, സലാം പറയൂല. ഓന്റെ നടത്തവും പ്രവർത്തനവും കണ്ടു കഴിഞ്ഞാൽ അള്ളാഹു ഇവനാണ് ഏറ്റവും വലുത്. അഹങ്കാരം, ദുരഭിമാനം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു സദഖ കൊടുക്കുന്നത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ കാസർഗോഡ് മാലിക് ദിനാർ അല്ലാഹു സുബ്ഹാനഹു വ തആല സിയാറത്ത് ചെയ്യാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. സ്വഹാബിയുടെ ഖബറാണ് മാലിക് ദിനാർ റളിയല്ലാഹു തആല അൻഹു. സ്വഹാബിയല്ലേ, പോയി സിയാറത്ത് ചെയ്യണം. എത്ര പേരുണ്ട് പോയവര്? ഊട്ടി പോയവരൊക്കെ ഒന്ന് കൈവക്കിക്ക്. കൊടൈക്കനാല്, മൈസൂർ, ബാംഗ്ലൂര്, എറണാകുളത്ത്, വീഗാലാൻഡ് അല്ലേ? ഒരു സഹാബിയുടെ ഖബറല്ലേ മാലിക് ദിനാർ റളിയല്ലാഹു തആല അൻഹു. പോയി എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് കൈവക്കിക്ക്. പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ? സുബ്ഹാനല്ലാഹ്. സാജിദ, നീ എൻ്റെ കൂടെ വന്നപ്പം കയറിയതല്ലേ? എന്തേ? ഒരു സഹാബിയല്ലേ, സഹാബി കന്നുജും. മാലിക് ദിനാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ എത്രയോ ഹദീസുകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്തേ പോയി കാണാത്തത്? അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. യോഗം വേണം അവിടെ പോണെങ്കിൽ. ഒരു സഹാബിയുടെ ഖബർ പോയി സിയാറത്ത് ചെയ്യണമെങ്കിൽ അതിന് രോഗം. ഇൻഷാ അല്ലാഹ് അത്യാവശ്യം ഒരു വണ്ടി വിളിച്ചെല്ലാം കൂടെ സിയാറത്ത് പോകും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇവിടുന്ന് കാസർഗോഡ് പോയി, ഇവിടുന്ന് കാസർഗോഡ് വരെ പോയി. എത്രയോ ഉള്ളാളം കിടക്കുന്നുണ്ട്. കാസർഗോഡ് മാലിക് ദിനാർ കിടക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ പാറപ്പള്ളി കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ വരയ്ക്കൽ മുല്ലക്കോയത്തങ്ങൾ, അങ്ങനെ ശംസുൽ ഉലമ ഇങ്ങനെ കിടക്കുന്നുണ്ട്. മമ്പുറം, അതുപോലെ തന്നെ CM വലിയുല്ലാഹി, അതുപോലെ തന്നെ വെളിയങ്കോട് കിടക്കുന്നുണ്ട്, പൊന്നാനി കിടക്കുന്നുണ്ട്. ഒരു ദിവസം ഇങ്ങനെ പോയിട്ട് വാ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. സമയം ഉണ്ടാവോ? ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ്സിൽ വരുന്നില്ല. പാറപ്പള്ളി സഹാബത്ത, കൊയിലാണ്ടിയിൽ കിടക്കുന്ന ശുഹദാക്കൾ പോയി നോക്കണം. കൊയിലാണ്ടിയിൽ കിടക്കുന്ന പാറപ്പള്ളി ശുഹദാക്കൾ, അവർ സഹാബത്ത്, അവിടെയും സഹാബികളാണ് കിടക്കുന്നത്. അള്ളാഹു നമുക്ക് സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പം ഇൻഷാ അല്ലാഹ് പോവില്ല എല്ലാവരും കൂടെ? എന്നെ കുറച്ചാളും കൂടെ ഇവിടെ നിർത്തിക്കണ്ടേ? ഞാനിങ്ങനെ നിന്ന് പോയവിടെ. എന്നിട്ട് വേണം ഇനിയിപ്പോൾ അല്ലാഹ് എന്താ ഇൻഷാ അല്ലാഹ് നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഭാഗ്യം. ഇൻഷാ അല്ലാഹ് ഇവിടെയൊക്കെ പോകണമെങ്കിൽ ഒരു 2 ദിവസം വേണം. നിങ്ങളൊക്കെ മാറ്റി വെക്കാൻ പറ്റുമോ? ഒരു 2 ദിവസം എന്തായാലും. എന്താ ശരി മിസ്റ്റർ, 2 ദിവസമെങ്കിലും വേണ്ട. അപ്പോൾ പള്ളി എന്ത് ചെയ്യും? ഇപ്പോൾ മുസമ്മിൽ ഉസ്താനെ ഏൽപ്പിച്ചിട്ട് നമുക്ക് അതിനെ പോകാം. ഇപ്പോഴത്തെ അവസ്ഥയിലാണ് അൽഹംദുലില്ലാഹ് ഒന്നുമില്ല. ഇതാകുമ്പോൾ ഒരു ബസ് വിളിച്ച് എല്ലാവരും കൂടെ പോയി സിയാറത്തൊക്കെ ചെയ്തിട്ട് വരാം. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ആലോചിക്കുക അതിനെക്കുറിച്ചില്ലേ? പക്ഷെ ഞാൻ ആലോചിക്കുന്നത് കമ്മിറ്റിക്കാരൊക്കെ ഇരിപ്പുണ്ട്, പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ ഇരിപ്പുണ്ട്. ആലോചിച്ചിട്ട് ഇൻഷാ അല്ലാഹ് എനിക്കൊരു സീറ്റ് തന്നാൽ മതി, ഞാനും കയറിക്കോളാം. അൽഹംദുലില്ലാഹ്. സാജിദിൻ്റെ അളിയനാണെങ്കിൽ ബസ്സും ഉണ്ട്. ഇല്ലേടാ, നിന്റെ അളിയന് ബസ്സൊക്കെ ഇല്ലേ? എണ്ണ അടിച്ചെന്നാൽ മതിയോ? ഇത് ബസ് മുതലാളി പോയിരിക്കുന്നു. ഇവിടെ ഖജാജി എന്താ ഇപ്പം ഇറങ്ങിപ്പോയി? ബസ് മുതലാളിയാണ് ഇവിടുത്തെ ഖജാജി. ഇനിയിപ്പോൾ എന്താ പേടിക്കാനോ? എണ്ണ അടിച്ചു കൊടുത്താൽ മതിയായിരിക്കും. ഡ്രൈവറിന് വല്ല പാറ്റയും കൊടുത്തിട്ട്. ഖജാജി വാ, വല്ലതും കേൾക്കുന്നുണ്ടോ? ഇൻഷാ അല്ലാഹ്
അപ്പം നമ്മളൊരു നല്ല കാര്യം പറഞ്ഞു. ഇൻഷാ അല്ലാഹ് നല്ലതാണെങ്കിൽ അള്ളാഹു നടത്തി തരുമാറാകട്ടെ. പോണ സഹോദരങ്ങളെ, മഹാന്മാരുടെ ഖബറുകൾ എന്തേ മഹാന്മാരാരെന്നറിയോ? മഹാന്മാരെ കുറിച്ച് നമുക്ക് അറിയാനിട്ടാ അവരെ മനസ്സിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കി. ഏർവാടിയിലൊക്കെ ഒന്ന് പോയി നോക്കും. എത്രയോ പേര് ഏർവാടി ആറ്റാങ്കരയിലെ എത്രയോ ആൾക്കാർ സഹോദരങ്ങളെ, അള്ളാഹു അവർക്കാർക്കും പ്രത്യേകിച്ച് കഴിവുകളൊന്നുമില്ല, ശരിയാ. പക്ഷെ അള്ളാഹ് ആദരിച്ചവർക്കൊരു കഴിവുണ്ട്. ഉസ്താദന്മാരുണ്ടല്ലോപ്പാ. നിങ്ങളൊരു കാര്യം, ഈ കാണുന്ന മുത്തഅല്ലിമീങ്ങളുണ്ടല്ലോ, ചെറിയ കുട്ടികൾ ഇൽമു പഠിക്കുന്ന മുത്തഅല്ലിമ് മലക്കുകൾ ചിറക് താഴ്ത്തി ബഹുമാനിക്കുന്ന 3 മഹത്വം ഞാൻ പറയാം. ഒരു കുട്ടിയുടെ, ഒരു ചെറിയ ഒരു വിദ്യാർത്ഥി, ഇൽമു പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ മഹത്വം 1, മലക്കുകൾ ചിറക് താഴ്ത്തി ബഹുമാനിക്കും. 2, പള്ളിപ്പറമ്പിൽ ഇറങ്ങിപ്പോയ ഇറങ്ങിപ്പോയതിന്റെ ബറക്കത്ത് കൊണ്ട് 40 ഖബറാളികൾ രക്ഷപ്പെടും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആരുടെ പതിവല പറഞ്ഞ്? ഹാഫിളല്ല, ആലിമല്ല, ഈ ജുബ്ബയും തൊപ്പിയിട്ടാണ് പഠിക്കാൻ പോണ മുത്തല്ലിങ്ങളുണ്ടല്ല. കോളേജുകളിലൊക്കെ പോയി പഠിക്കണ ചെറിയ മുത്തല്ലിമായ മക്കൾ ഈ മദ്രസയെ പഠിക്കാൻ വരുന്ന, എന്റെ മുത്തല്ലിമ പോട്ടെ, മദ്രസയെ പഠിക്കുന്ന ഇൽമ തന്നെയല്ലേ, ഈ പഠിക്കാൻ വരുന്ന മക്കൾ താഴോട്ട് ഇറങ്ങിപ്പോയ 40 ഖബറാളികൾ രക്ഷപ്പെട്ടു. അൽഹംദുലില്ലാഹ്, അവർക്ക് പെരുന്നാളാ. അപ്പൊ ഈ വിദ്യാർത്ഥികൾക്ക് ഈ മഹത്വം ഉണ്ടെങ്കിൽ ഒന്ന് മുകളിലേക്ക് ചിന്തിച്ചവോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഔലിയാക്കന്മാർ, അള്ളാഹു ആദരിച്ചവരല്ലേ അവർ. അവർക്കൊക്കെ അള്ളയല്ലേ, അവർക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. തെറ്റിദ്ധാരണകളാ. ആരും പോയി നിന്നിട്ട് മുഹിയുദ്ദീൻ ഷെയ്ഖ് അല്ലെങ്കിൽ അജ്മീർ ഷെയ്ഖ് എന്ന് പറയുന്നില്ലല്ലോപ്പാ. ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള നിയ്യത്ത് അള്ളയല്ലേ അറിയണേ. എന്റെ പ്രിയപ്പെട്ടവരെ, തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി. ഈ പുസ്തകങ്ങളിൽ പറയുന്ന അതൊന്നുമല്ല. യഥാർത്ഥമായി മഹാന്മാരെ നമ്മൾ ആദരിക്കണം, സ്നേഹിക്കണം, ബഹുമാനിക്കണം. അവരാരാണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്വഭാവങ്ങളൊക്കെ മാറും. അള്ളാഹു അവരെ മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. സഹോദരങ്ങളെ, എത്രയോ പേര് ഹോസ്പിറ്റലിൽ പോയി സർജറി, എനിക്കറിയാം. ഞാൻ കാസർഗോഡ് അടുത്ത് വഅദിന് പോയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് ഇന്ന് ഉറൂസിന് വഅദ് പറയുന്ന ആ സദസ്സിൽ ചെല്ലുമ്പോൾ ഉസ്താദ് എൻ്റെ കാര്യം പറയണം. എൻ്റെ അടുത്ത് കിഡ്നി മാറ്റിവെക്കാൻ ഡോക്ടർ പറഞ്ഞതാ. പക്ഷേ ഞാൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. എൻ്റെ കിഡ്നി മാറ്റി തന്നത്, എൻ്റെ സർജറി ചെയ്തത് ആ മക്കാമി കിടക്കുന്ന മഹാനാ. 2-3 രാത്രി ഞാൻ അവിടെ പോയി കിടന്നു. ആ മഹാൻ എൻ്റെ കിഡ്നി മാറ്റി. ഇനിയിപ്പോൾ അൽഹംദുലില്ലാഹ് എനിക്ക് ആരോഗ്യം. പക്ഷെ പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റൂല. നമുക്കിത് അങ്ങോട്ട് കേൾക്കുമ്പോൾ പെട്ടെന്ന് ദഹിക്കാൻ പറ്റൂല. സത്യമായിട്ടും എൻ്റെ അടുത്ത് പറഞ്ഞതാ. ഞാൻ ആ മുട്ടന്തല മക്കാം എന്ന് പറയും, കാസർഗോഡ് കാഞ്ഞങ്ങാട്. ഞാൻ അവിടെ വഅദിന് പോയപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞ് ഞാൻ കേട്ടതാ. സഹോദരങ്ങളെ, ഇതുപോലെ ഓരോ അനുഭവങ്ങൾ. പക്ഷെ ഇത് മനസ്സിലാക്കണമെങ്കിൽ അവരാരാണെന്നറിയണം. ഓരോ ഡോക്ടർമാർ എന്തിനാ ഏർവാടിയിൽ പോയി കിടക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവർ, അവിടെ കിടക്കുന്നുണ്ട് ഹക്കീം ഡോക്ടർ, ഏറ്റവും വലിയ ഡോക്ടറാ. ഒത്തുപേട്ടയിൽ പോകുന്നവരുണ്ട്, ദാവൂദുൽ ഹക്കീം വലിയല്ലാഹി തങ്ങൾ, അതും ഡോക്ടറാ. ഇവരൊക്കെ ചികിത്സിക്കുന്നത് അള്ളാഹു അവർക്ക് കൊടുത്ത കഴിവുകളിലൂടെ. അവർ ചിലർക്ക് മരുന്ന് കൊടുക്കുന്നു, പലതും ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഔലിയാക്കന്മാരെ കുറിച്ച് പറഞ്ഞതല്ല. അവരാദരിക്കണം, ബഹുമാനിക്കണം. അവരുമായിട്ട് നമുക്കൊരു ബന്ധം വേണം. നമ്മളൊക്കെ വഅദ് പറയുന്നവരാ. ഞങ്ങൾ ആഗ്രഹിക്കാറുണ്ട് ചില മക്കാമുകളിൽ ഒരു അവസരം കിട്ടാൻ, ചില മക്കാമുകളിൽ പോയി ഒന്ന് പ്രസംഗിക്കാം. കാരണം അതൊരു ഭാഗ്യമുള്ളവർക്ക് അള്ളാഹ് അങ്ങനെ അവസരം തരത്തുള്ളൂ. അള്ളാഹു നമുക്ക് മഹാന്മാരെ സിയാറത്ത് ചെയ്യാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്ക്. ഞാൻ ഇനിയിപ്പോൾ അതിനകത്ത് എനിക്കൊന്നും അറിയത്തില്ല. അത് നിങ്ങൾ തീരുമാനിച്ചോണം, ഖജാജിയുമായിട്ട് ആലോചിച്ചോണം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഈമാൻ തരട്ടെ. ഇൻഷാ അല്ലാഹ് ഈമാൻ തരട്ടെ. ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും നല്ല ദിവസം ഫ്രീ ഒക്കെ ഉള്ളൊരു ദിവസം നമുക്ക് പോയി പെട്ടെന്ന് അൽഹംദുലില്ലാഹ് അങ്ങോട്ട് വേറെ എങ്ങും കയറരുതെന്ന് പറയില്ലേ. വേറെ ഒരു സ്ഥലത്തും കയറൂല. സിയാറത്ത് പള്ളി മാത്രം നിസ്കരിക്കാൻ നിർത്തും. അങ്ങനെയുള്ള യാത്രയായിരിക്കും. ഒരു വക്കത്ത് മുടക്കൂല. ഭക്ഷണം കഴിക്കുക, നേരെ സിയാറത്ത്. പോകുന്ന വഴിയിൽ ഇവിടെ ഒരു പാർക്കുണ്ട്, അവിടെ അതുണ്ട്, ഇതുണ്ട്. അതൊന്നും നടക്കത്തില്ല. പോകുവാണെങ്കിൽ നല്ല നിലയിൽ പോകുക. അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ പോകണം. അതേ ലക്ഷ്യത്തോടു കൂടി തിരിച്ചു വരണം. ഇപ്പം പറയുന്നു വേണ്ട സ്ഥാതേന്ന്. ഇത് പറഞ്ഞപ്പോൾ വേണ്ടെന്നായി. അൽഹംദുലില്ലാഹ്. അള്ളാഹു നല്ല ഈമാൻ നൽകുമാറാകട്ടെ. എന്തേ ഞാൻ പറഞ്ഞേ? സമയം 10 ആയിപ്പോ. എന്താ പറഞ്ഞേ? ചിലർക്ക് അള്ളാഹു സമ്പത്ത് കൊടുത്തു കഴിയുമ്പോൾ അഹങ്കാരം കൂടും. മിണ്ടൂല, സംസാരിക്കൂല, ഒന്നുമില്ല. എന്നാൽ ചില ആൾക്കാർ ഈ മാലിക് ദിനാർ എന്ന് പറയുന്ന ഈ മക്കാം, ആ പള്ളി, അതവിടെ നിർത്തിയേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ പഴയ പള്ളി നിലനിർത്തിയിട്ട് ഇപ്പോഴും മനോഹരമായൊരു പള്ളി. ആ പള്ളിയുടെ അത് വഖഫ് ചെയ്യുന്ന സമയത്തൊരു മനുഷ്യൻ കോടിക്കണക്കിന് രൂപ അദ്ദേഹം കൊടുത്തു. അവിടുത്തെ ഉസ്താദ് നമ്മുടെ ബാക്കവിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മകൾക്ക് വേണ്ടി ചൂടുവെള്ളം വീണിട്ട് നമ്മൾ ദുആ ചെയ്തിട്ടുണ്ട്. അള്ളാഹു ശുഭ കൊടുക്കുമാറാകട്ടെ.
അപ്പൊ അവിടത്തെ വഖഫ് ചെയ്യുന്ന സമയത്ത് ആ മനുഷ്യനെ കുറിച്ച് എല്ലാവരും ഇങ്ങനെ പൊക്കി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അള്ളാഹു എൻ്റെ അടുത്ത് കുറച്ച് പൈസ തന്നു, ഇത് ചെയ്യാം, അത്ര തന്നെ, വേറെ ഒന്നുമില്ല. അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, അള്ളാഹു കുറച്ച് പൈസ എന്നെ ജോലി ഏൽപ്പിച്ചു, കുറച്ച് പൈസ എന്നല്ല ചെയ്യാൻ പറഞ്ഞു, ഞാൻ ചെയ്തു, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചില ആൾക്കാർ ദാനധർമ്മം ചെയ്യുന്നവർക്ക് വല്ലാത്ത താഴ്മയാണ്, എല്ലാവരോടും സ്നേഹത്തോടെ സംസാരിക്കും, അഹങ്കാരമോ ജാടയോ ഒന്നുമില്ല. അത് സദഖ ചെയ്യുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്നൊരു വലിയ ഭാഗ്യമാണ്. അവരുടെ മനസ്സിൽ നിന്ന് ദുരഭിമാനം കളയും, അഹങ്കാരം അള്ളാഹു മാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാലാമത്തെ പ്രതിഫലം എന്താണ്? മഹാനായ ഇന്ന സ്വദഖത ലതുതിഉഫു അൻ ഇന്ന സ്വദഖത ലതുത്ഫിഉ അൻ അഹ്ലിഹാ ഹർറുൽ ഖുബൂർ. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഖബറിൻ്റെ അകത്തെ അവസ്ഥകൾ വല്ലാത്ത പരിതാപകരമാ. ഖബറിൻ്റെ അകത്തുള്ള അവസ്ഥ വല്ലാത്ത പരിതാപകരമാണ്. അതിനകത്തുള്ള തീയ അല്ലാഹു കെടുത്തി കളയുന്നതാ സദഖ. ഖബറിൻ്റെ അകത്ത് രക്ഷ വേണോ സഹോദര? കാസർഗോഡ് പടച്ചവനെ നീലേശ്വരം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. കുറച്ച് നാള് മുമ്പ് പത്രത്തിലൊരു വാർത്ത കണ്ടു. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മയ്യത്ത് ഭർത്താവിൻ്റെ ഖബറിൽ ഖബറടക്കാൻ ഒരു ഖബറ് കുഴിച്ചപ്പം മയ്യത്ത് അതുപോലെ കിടക്ക. മലയാള മനോരമ ഉൾപ്പെടെ സർവ്വപത്രവും റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കുറെ വർഷം മുമ്പ് ഒരു ഖബറ് കുഴിച്ചപ്പോ ആ ഖബറിൻ്റെ അകത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഖബറടക്കിയ മനുഷ്യൻ അതുപോലെ തന്നെ കിടക്ക. അപ്പൊ എല്ലാരും കൂടെ പോലീസൊക്കെ ആയ ആളുകൂടി അവസാനം ഖബറ് തിരിച്ചടക്കി. പക്ഷേ അദ്ദേഹത്തെ കുറിച്ച് ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് നാട്ടുകാർ പറയുന്നു, വലിയ മഹാനൊന്നുമല്ല മനുഷ്യൻ, കൂലിപ്പണിക്കാരനാണ്, സാധാരണ ഒരു കൂലിപ്പണിക്കാരൻ. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ഗുണമുണ്ടായിരുന്നു, സദഖ കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ, അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം പറയും, അദ്ദേഹത്തിന്റെ കുടുംബക്കാരും നാട്ടുകാരും പറയും, ഏകയുള്ള ഗുണം അദ്ദേഹം കൂലിപ്പണിയെടുത്ത് കിട്ടുന്ന പൈസയിൽ നിന്ന് ഒരല്പം പാപങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സദഖ കൊടുക്കുന്ന മനുഷ്യന്റെ ഖബർ അള്ളാഹു അവനെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തും, അവൻ അള്ളാഹു നരകത്തിന്റെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് നബിയിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സദഖയുടെ മഹത്വമാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഹാത്തിമുൽ അസമ്മ തങ്ങൾ പറയുകയാ, ആരുടെ കയ്യിലിരിക്കുന്നതാണെങ്കിലും എത്ര സൂക്ഷിച്ചു വെക്കുന്നതാണെങ്കിലും അതെല്ലാം ഒരു ദിവസം തീർന്നു പോകും, അതെല്ലാം ഒരു ദിവസം തീർന്നു പോകും. പക്ഷെ അള്ളാഹുടെ കയ്യിൽ കൊടുക്കുന്നതുണ്ടല്ലോ, അള്ളാഹുവിന്റെ അടുക്കൽ ഇരിക്കുന്നതുണ്ടല്ലോ, അത് എന്നും ബാക്കിയാകുന്നതാണ്, ഒരിക്കലും തീർന്നു പോകില്ല എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലാണ് പറയുന്നത്, സദഖ കൊടുക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന് കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം അള്ളാഹു അവന് ദീർഘായുസ് കൊടുക്കുകയാണ്, അള്ളാഹു അവന് ദീർഘായുസ് കൊടുക്കുകയാണ്. രണ്ടാമതായിട്ട് മുത്തുനബി പറയുകയാ, അവൻ ഒരിക്കലും തൂങ്ങി മരിക്കൂല, അവൻ ഒരിക്കലും വിഷമടിക്കൂല, അവൻ ഒരിക്കലും കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടാറില്ല, അവൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. അള്ളാഹു അവന് ആത്മഹത്യ ചെയ്യുന്നൊരവസ്ഥ ഈമാനുള്ള മരണമേ അള്ളാഹു കൊടുക്കൂ, ഈമാനുള്ള മരണമേ അള്ളാഹു കൊടുക്കൂ. സദഖ കൊടുക്കുന്നവൻ ഒരിക്കലും അഹങ്കാരിയാകില്ല, ദുരഭിമാനിയാകില്ല. അള്ളാഹു ആ വൃത്തികെട്ട സ്വഭാവങ്ങളിൽ നിന്ന് ആ മനുഷ്യനെ സംരക്ഷിക്കുകയാണ്. അള്ളാഹുവേ, അള്ളാന്റെ റസൂല് പറയുകയാ, അവന്റെ ഖബറ് സ്വർഗമാ, അവന്റെ ഖബറ് സ്വർഗമാ, അവന്റെ മണ്ണറ മണിയറയാണ്, അവന്റെ ഖബറിന്റെ അകത്തവന് നരകത്തിന്റെ തീയില്ല, കാലിന്റെ ഭാഗത്തെ സ്വർഗത്തിന്റെ കവാടങ്ങൾ ഇങ്ങനെ തുറന്നു കൊടുക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി സദഖ കൊടുക്കുന്നവരുണ്ടല്ലോ, പടച്ചവനെ, ഇന്നും ഒരു സഹോദരൻ ജുമാ കഴിഞ്ഞപ്പോ 2.25 ലക്ഷം രൂപ കയ്യിൽ കൊണ്ടുതന്നു, ഉസ്താദേ ദുആ ചെയ്യണേ, ദുആ ചെയ്യണേ. അല്ലാഹുവേ, ആ സഹോദരന്റെ സദഖ നീ സ്വീകരിക്കണേ അല്ലാ, മാതാപിതാക്കൾക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ജീവിത മാർഗത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാ,
പടച്ചവനെ എന്നൊരു ചെറുപ്പക്കാര് നമ്മുടെ ക്ലാസ്സിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും കുടിക്കാൻ ചായ കൊണ്ടുവരുന്ന സഹോദരന് തന്റെ പ്രിയപ്പെട്ട മാതാവിന്ന് പള്ളിക്ക് വേണ്ടി ഒരു സദഖ കൊടുത്തു വിട്ടു. അല്ലാഹുവേ, മക്കള് കൊടുത്തതല്ല, അല്ലെങ്കിൽ വേറെ എവിടെ നിന്നെങ്കിലും കിട്ടിയതല്ല. ആ ഉമ്മ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിച്ച ആ പൈസ കൊടുത്തു വാങ്ങിയ സ്വർണം തന്റെ ചെവിയിൽ കിടന്ന 2 കമ്മലുണ്ടല്ലോ മോന്റെ കയ്യിൽ കൊടുത്തു വിട്ടിരിക്കുകയാ. എന്തിനാ? അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി, പടച്ചറപ്പിന്റെ പള്ളിക്ക് വേണ്ടി. ഉമ്മയുടെ ആഗ്രഹം എന്തെന്നറിയുമോ? അല്ലാഹുവേ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഈമാനുള്ള ഒരു മരണത്തിന് വേണ്ടിയാ. എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്? നീ കാണും സഹോദരാ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ കണ്ണിന്റെ മുന്നിൽ കൊണ്ടുവന്ന് കാണിച്ചു തരികയാണ്. വഅബ്ശിറൂ ബിൽ ജന്നാ, വഅബ്ശിറൂ ബിൽ ജന്നാ. ഇതാണടാ പ്രതിഫലം, നീ കൊടുത്തതിന്റെ പ്രതിഫലം. അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നീ കഷ്ടപ്പെട്ട് അധ്വാനിച്ച പണം കൊടുത്തവനല്ലേ, ആ കൊടുത്തതിന്റെ പ്രതിഫലം ഇതാടാ. വഅബ്ശിറൂ ബിൽ ജന്നാ യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർദിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഞാൻ പറഞ്ഞതല്ല, അല്ലാഹ് പറഞ്ഞതാ. പറഞ്ഞതല്ല, അല്ല പറഞ്ഞതാ. ഖുർആനിലല്ലേ അല്ല പറഞ്ഞത്? അല്ലയാണ് പറഞ്ഞത്. മലക്കുകൾ ചോദിക്കുന്ന, എന്തിനാടാ നീ കരയുന്നത്? എന്തിനാ പേടിക്കുന്നത്? നീ തന്നതൊക്കെ റബ്ബിന് വേണ്ടി കൊടുത്തവനല്ലേ, സദഖ കൊടുത്തവനല്ലേ, അല്ലാഹു ഇഷ്ടപ്പെട്ടവനല്ലേ, വാരി കൂട്ടി വെച്ചവനല്ലല്ലോ. കോടിക്കണക്കിന് വെച്ചിട്ട് പടച്ചവനെ സ്വർണം കൂട്ടി വെച്ചിട്ട് സക്കാത്ത് പോലും കൊടുക്കാത്തവർ, ഒരുപാട് കയ്യിൽ വെച്ചിട്ട് കൊടുക്കാത്തവർ, അവരുടെ നടുവിൽ നീ നന്മയ്ക്ക് വേണ്ടി കൊടുത്തവനാ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്തവനാ. ഈ പായിപ്പാട് പള്ളിക്ക് വേണ്ടി ഒരു കല്ല് വാങ്ങുന്നതിനെങ്കിലും പൈസ കൊടുത്തവര്, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? മരണവേദന സഹിക്കാൻ കഴിയാതെ കടന്ന് നിലവിളിക്കുന്ന രംഗമുണ്ടല്ലോ, മരണവേദന സഹിക്കാൻ കഴിയാതെ കടന്ന് കരയുന്ന സമയമുണ്ടല്ലോ. വാപ്പാ, ഉമ്മ, എന്റെ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ മലക്കുകൾ ചോദിക്കുകയാ, എന്തിനാ മോനെ നീ കരയുന്നത്? എന്തിനാ നീ കരയുന്നത്? എന്തിനാ നീ പേടിക്കുന്നത്? എന്തിനാ നീ കിടന്ന് നിലവിളിക്കുന്നത്? നിനക്ക് മരണവേദന സഹിക്കാ കഴിയുന്നില്ല എങ്കിൽ നോക്കടാ. വഅബ്ശിറൂ ബിൽ ജന്നാ. ഈ കാണുന്ന ചിത്രത്തിലൊന്ന് നോക്കുമോനെ, ഈ കാണുന്ന ചിത്രത്തിലേക്കൊന്ന് നോക്ക്. ഇതാടാ നിനക്കല്ല തരുന്ന പ്രതിഫലം. ഇതാണ് സ്വർഗം, ഇതാണ് സ്വർഗം. ഇതല്ലേ നിനക്ക് വേണ്ടത്, ഇതല്ലേ നിനക്ക് വേണ്ടത്. ഇതിലേക്ക് നോക്ക്. ലഹും ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. ഇതാ അല്ലാഹുവിന്റെ സ്വർഗം. ആ സ്വർഗത്തിങ്ങനെ കണ്ടുകൊണ്ട്, ആ സ്വർഗം കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മലക്കുൽ മൗത്ത് അസ്റായീൽ ആ തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് ഇങ്ങനെ വലിച്ചെടുക്കുന്നത്. സഹോദരാ, സദഖ കൊടുത്താ കിട്ടുന്ന, അല്ലാഹ്ക്ക് കൊടുത്താ കിട്ടുന്ന 5ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? മരിക്കുന്ന സമയത്ത് സ്വർഗം കാണാനുള്ള ഭാഗ്യമാ. മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടു മരിക്കാം.